കിച്ചണും നല്ലൊരു അന്തരീക്ഷമാണ്. കിച്ചണിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറുമ്പോൾ ഇവിടുത്തെ വലിയൊരു ഫ്രിഡ്ജ് എടുക്കുന്നുണ്ട് കാൽക്കുലേറ്ററിൻ്റെ. അതുപോലെ ഈ സൈഡിൽ നമ്മുടെ ചെറിയൊരു വാഷ് ഏരിയ, അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടുത്തെ ഒരു ഏരിയ. ഇതാണ് നമ്മുടെ ചിമ്മിണി. കിച്ചൺ ഇത്ര അല്ല കേട്ടോ, വുഡ് ഫിനിഷിൽ സ്റ്റെയർ കേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയാണ് നമ്മുടെ വാഷ് ഏരിയ. ഇവിടെ നല്ല ലൈറ്റൊക്കെ കൊടുത്ത് നല്ല സെറ്റ്. അപ്പോൾ ഉച്ചക്കാലത്തെ ചോറൂണൊക്കെ കഴിഞ്ഞത് അടുത്ത വർക്കിന് പോവാണ്. നമ്മുടെ ഇക്കോണമിയിലേക്ക് ഒരു വീടിൻ്റെ ഷൂട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു വീടെന്നാണ് പറഞ്ഞത്, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വിനോജ് എന്ന് പറഞ്ഞ ചേട്ടൻ ഒരു കോൺട്രാക്ടറാണ്, എഞ്ചിനീയറാണ്. അപ്പോൾ ആൾ മുമ്പ് ചെയ്ത പല വർക്കിൻ്റെ വീഡിയോ ഞാൻ ഇക്കോണമിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും ആ വീഡിയോ, ഈ പുതിയ വീടിൻ്റെ വീഡിയോ ഇക്കോണമിക്ക് വേണ്ടി ഷൂട്ട് ചെയ്യാൻ പോകുന്നതാണ്. സൂപ്പർ വീടായിരിക്കും, നിങ്ങൾ കണ്ടോളൂ കേട്ടോ. അപ്പോൾ 2:30 ചേട്ടാ എത്താൻ പറഞ്ഞിട്ടുണ്ടായത്. ഇപ്പോൾ നേരം 2:35 ലേറ്റായി, 5 മിനിറ്റ് ലേറ്റാണ്. ദിവൻ ലേറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്. ഞാൻ 2:30 എത്തി. എന്താണ് ഞാൻ ലേറ്റ് ആവാൻ കാരണം എന്താ എനിക്കറിയില്ല. കറക്റ്റ് നേരത്തിന് ഫുഡ് തന്നില്ല, ഡ്രസ്സ് എടുത്ത് തന്നില്ല, ഒന്നും അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ പോട്ടെ, ഇനി പറഞ്ഞത് വീണ്ടും ലേറ്റ് ആവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതേ വിനോചേട്ടൻ്റെ അടുത്തെത്തി, വണ്ടിയിൽ കയറി യാത്ര തുടങ്ങിയേക്കാണ്. വിനോചേട്ടൻ്റെ പുതിയ വണ്ടി ഉണ്ടോ, മുമ്പൊന്നും പോയത് ഇങ്ങനെയല്ലായിരുന്നു. അപ്പോൾ ആള് സെറ്റപ്പായി. വണ്ടി ഇങ്ങനെ കാണുമ്പോൾ ഏതാ വണ്ടിന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല. ചേട്ടാ വണ്ടിയുടെ പേരെന്താണ് ശരിക്കും? ഇത് ഫുൾ ഓപ്ഷൻ ആണോ, എന്താണ്, എങ്ങനെയാണ്? ഓട്ടോമാറ്റിക്. ഏകദേശം ഒരു എത്ര രൂപയായി? 20 താഴെ. അപ്പൊ അതായത് ഏകദേശം 20 നടത്തം. ഓക്കെ, എങ്ങനെയുണ്ട് ഇപ്പൊ എടുത്തിട്ട്? എത്ര ആളെ ചേട്ടാ? 4 മാസം. 4 മാസത്തെ യൂസർ റിവ്യൂ എന്താണ് പറയാനുള്ളത്? ലോങ് ഒക്കെ ഡ്രൈവ് ചെയ്യാൻ സൂപ്പർ. അടുത്താണെങ്കിലോ? അല്ല, കൂടുതൽ ലോങ് യൂസ് ചെയ്യാനുള്ളൂ. അടുത്ത് പോകാൻ വേറെ വണ്ടി ഉണ്ട്. മൈലേജ് ഒക്കെയോ? മൈലേജ് ഒരു 13-14 സെറ്റപ്പ് ഉണ്ടോ? യാത്രാ സുഖം ഉണ്ട് എന്തായാലും. നിനക്ക് എങ്ങനെ തോന്നി? അടിപൊളിയാണ്. അപ്പൊ വിനോദ് ചേട്ടന്റെ പാർട്ണർ ഉണ്ട്. ചേട്ടന്റെ പേര് ഡിക്സൺ ചേട്ടനുണ്ട്. ഡിക്സൺ ചേട്ടൻ എവിടെ സ്ഥലം? കാടുകുറ്റി. അപ്പൊ നമ്മള് വീഡിയോ എടുക്കേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടിയുടെ ഉള്ളിലിരുന്നാണ് വണ്ടീനെ കാണിച്ചത്. ഇതാണ്ടോ നമ്മുടെ വണ്ടി. ഇവിടെ റോഡ് ബ്ലോക്ക് ആവണം, ചേട്ടൻ കൊണ്ടുപോവാണ്. നമ്മളിന്ന് ഈ വീടിൻ്റെ റിവ്യൂ എടുക്കാനാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ പണികളൊക്കെ തുടങ്ങി കേട്ടോ. ഇത് റെഡി ആയിട്ടില്ല. ഇവരിപ്പോൾ ഇങ്ങനെ ആലോചനയിലാണ്, എന്താണ് പറയേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇത് അവിടെ നിൽക്കുന്നുണ്ട്, കാണിച്ചു കൊടുത്തരാം. ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ബായോ പത്തോടുക്ക്. ഓക്കെ, ചേട്ടൻ മാത്രമായി അകന്നു പോയേക്കണ പോലെ. ആ ഓക്കെ. ഇവർ കുറേ നേരം ഇവിടെ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. 10-15 പ്രാവശ്യം ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഓക്കെ, റെഡി. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ മൈ ഹോമിന്റെ ഡയറക്ടേഴ്സ് ആണ്. ആഹാ, നല്ല മഴ വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം അതിന് മുമ്പ് ഈ പുറത്തെ ഷൂട്ട് കഴിക്കണമെന്നുണ്ട്. അപ്പോൾ കുറേ നേരം പറഞ്ഞ് പുള്ളിക്കാരൻ ഏകദേശം ഒരു ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഫസ്റ്റത്തെ ഭാഗം. ഇനി ബാക്കിയുള്ളത് അടുത്ത ടീമുകളാണ്. അപ്പോൾ ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകാൻ പോകണം. രണ്ട് സൈഡിൽ അതുപോലെ തന്നെ 2 ഫ്ലവർ ബെഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വീടിന്റെ അപ്പിയറൻസ് കൂട്ടാൻ വേണ്ടി ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റോഡ് ലെവലിനേക്കാൾ ഏകദേശം ഒരു 1.5 അടിയോളം ഹൈറ്റ് കൂട്ടിയാണ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ വാട്ടർ ലെവൽ ഇവിടെ കുറച്ച് കൂടുതലായിരുന്നു. പെട്ടെന്ന് വെള്ളം വരുന്ന പോർഷൻ കാരണം ഞാൻ നേരെ പിന്നീക്ക് പോയിക്കോട്ടെ. എനർജി ഒന്നും പ്രത്യേകിച്ച് അറിഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഐഡിയപരമായിട്ടുള്ള വീഡിയോ എടുത്തണ്ടാ. ഓക്കെ, അപ്പോൾ ഇനി ചേട്ടൻ, അപ്പോൾ ഇവിടുത്തെ ഷൂട്ട് ഏകദേശം കഴിഞ്ഞ് ഒരു നൈറ്റ് വ്യൂവിൻ്റെ ഒരു വീഡിയോ കൂടി എടുക്കാനുണ്ട്. അപ്പോൾ അത് മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ ഈ വീട് നിങ്ങളിന്ന് കാണിച്ചു തരാം. അടിപൊളി വീടാണ്. ജസ്റ്റ് ഒരു വ്യൂ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ഇക്കോണമിയിൽ വരും. ഇത് ജസ്റ്റ് നമ്മുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വീട്. അടിപൊളിയല്ലേ? റോബർട്ട് ഇവിടെ ക്യാമറ ഒക്കെ പിടിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വീടിൻ്റെ സൈഡിൽ ഇത് ഇവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടോ? ഒരു കുറച്ച് സ്ഥലം, 10 സെൻറ്റിലാണ് ഈ വീടുള്ളത്. നല്ല അടിപൊളിയായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. ഫുൾ വൈറ്റ് കളറായിട്ടുള്ളൊരു വീട്. ചിലയിടത്ത് മാത്രം ഒരു ഡാർക്ക് ഗ്രേ കളറുണ്ട്. 2 സൈഡിലും ഇവിടെ ചെടികൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതൊക്കെ എടുത്ത് ഉള്ളിക്ക് വയ്ക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് വരാം. പിന്നെ ഡോറ് ഇതാണ് വരുന്നത്. 2 സൈഡിലും ഗ്ലാസ് ഇതൊക്കെ ഉണ്ട്. നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഇവിടെയൊക്കെ ലിവിങ് സ്പേസ്. നമ്മുടെ ചേട്ടൻ നിൽക്കണം. ചേട്ടൻ പേരെന്തിട്ടാ? ചേട്ടൻ നമ്മുടെ ചാനലൊക്കെ കണ്ടോളൂ കേട്ടോ. ഒരു റിയൽ ലൈഫ്.
കാണുമോ? കാണും ചേട്ടൻ കാണുന്ന പറഞ്ഞാൽ കണ്ടിരിക്കും. ഇവിടെ ആൾക്കാർ ഫുഡ് അടി തുടങ്ങിയിട്ടാ. ഇതാണ് നമ്മുടെ വീടിന്റെ വർക്കൊക്കെ ചെയ്ത നമ്മുടെ വിനോദ് ചേട്ടൻ. ഈ ചേട്ടൻ്റെ പേര് ഡിക്സൺ ചേട്ടൻ നമ്മുടെ കാടൂരിക്കാരനാണ്. ഇത് പഴുക്കരക്കാരനാണ്. ഇനി വേറെ 2 പേരുണ്ട്, അവരെ കാണാനില്ല, ഇവിടെ ഒക്കെ പോയിട്ടുണ്ട്. ഇവിടെ മിച്ചറും ചായം കിട്ടിയപ്പോൾ ആൾക്കാർ ഇവിടെ കൂടി. അപ്പോൾ വീടിൻ്റെ ഇതാട്ടോ നമ്മുടെ ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ കുറേ മിററൊക്കെ റൗണ്ടിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ സ്റ്റെയർ കേസ് വുഡ് ഫിനിഷിൽ സ്റ്റെയർ കേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയാണ് നമ്മുടെ വാഷ് ഏരിയ. ഇവിടെ നല്ല ലൈറ്റൊക്കെ കൊടുത്ത് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഞാൻ മാത്രം എന്നെ കാണുമ്പോൾ മാത്രം കറുത്തിരിക്കണം നന്നാവും. അപ്പോൾ എന്തായാലും ഈ ഏരിയ ഒക്കെ അടിപൊളിയാണ്. ഇനി ഇപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെയാണ് ഈ ഏരിയ എന്നിട്ട് പറയാം ഫാമിലി ലിവിങ്. ഇതാണ് ഫാമിലി ലിവിങ് ഏരിയ. ഇവിടെ വലിയൊരു ആനമന്തക്കം ഒരു TV ഇരിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇത് ഇവരുടെ പൂജയൊക്കെ ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അതിവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു L ഷേപ്പിൽ ഒരു സെറ്റി ഇട്ടേക്കണ്. ഇവിടെയുണ്ട് ഒരു സെറ്റി. ഈ ഏരിയ ഒക്കെ കാണുമ്പോൾ നമ്മൾ ഈ ഗോപ്രോ കൂടെ കാണുന്ന പോലെ കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ ആ ഒരു ഭംഗി ശരിക്കും മനസ്സിലാവുള്ളൂ. ഇവിടെ അടിയിലൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടൈലിൽ. ഇത് ടൈലോ മാർബിളോ? ടൈല്. നമ്മുടെ വീഡിയോയിൽ അത് പറഞ്ഞില്ലാന്ന് തോന്നണം കേട്ടോ, ഫ്ലോർ എന്താ ചെയ്തേക്കണേന്ന്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യം വിട്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഒരു ബെഡ്റൂം. ടോട്ടൽ 3 ബെഡ്റൂമാണ് ഉള്ളത്. എല്ലാ ബെഡ്റൂമിലും അറ്റാച്ച് ബാത്റൂം ഉണ്ട് സൈഡിൽ തന്നെയായിട്ട്. പിന്നെ ഈ കബോർഡ് വർക്കൊക്കെ ഇങ്ങനെയാണ്, വൈറ്റും ഗ്രേ കളറിലൊക്കെ കബോർഡ് വർക്ക്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ കിച്ചൺ ഈ ഏരിയയിലുണ്ട്. കിച്ചണും നല്ലൊരു അന്തരീക്ഷമാണ്. കിച്ചണിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറുമ്പോൾ ഇവിടുത്തെ വലിയൊരു ഫ്രിഡ്ജ് എടുക്കുന്നുണ്ട് കാൽക്കുലേറ്ററിൻ്റെ. അതുപോലെ ഈ സൈഡിൽ നമ്മുടെ ചെറിയൊരു വാഷ് ഏരിയ, അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടുത്തെ ഒരു ഏരിയ. ഇതാണ് നമ്മുടെ ചിമ്മിണി. കിച്ചൺ ഇത്ര അല്ല കേട്ടോ, കിച്ചൺ അതിൻ്റെ ഇപ്പുറത്തേക്ക് ഉണ്ട്. ഇവിടെ അമ്മ എന്താ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ തീ കത്തിക്കാനുള്ള ഒരു ഏരിയ, നമ്മൾ സാധാരണ ചൂട്ടും മരങ്ങളൊക്കെ വെച്ച് തീ കത്തിക്കാനുള്ള ഒരു ഏരിയ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീണ്ട് കിടക്കാണ് കിച്ചൺ വീണ്ടും. അപ്പോൾ ഇവിടെയും കബോർഡും വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, സിങ്ക്. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ലാസ്റ്റ് എൻഡിലായിട്ടൊരു ബാത്റൂമും ഉണ്ട്. ഇവിടെയും മുകളിൽ കബോർഡുകളുണ്ട്, അടിയിലുണ്ട്. ഇവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. പക്ഷേ അപ്പുറത്തെ കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്നത് ടൈലാണ് കേട്ടോ. ഇവിടെ നിന്ന് നേരെ പുറത്തേക്ക് പോകാനുള്ള വഴി. ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ലൈറ്റിങ് തന്നെ നല്ലൊരു ലുക്കുണ്ടോ, നല്ല രസമുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. മുകളിലേക്ക് പോകുമ്പോൾ സ്റ്റെയർ ഇങ്ങനെ ഓടിക്കയറി മുകളിലേക്ക് പോവാം. ഫുള്ള് മരമാണ്. മരത്തിൻ്റെ അടിയിൽ ഇരുമ്പിൻ്റെ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ മുകളിലത്തെ ഫ്ലോർ. മുകളിലത്തെ ഫ്ലോറിലേക്ക് വരുമ്പോഴും ഇവിടെ 3 ചെയർ നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ അവരുടെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. നല്ല കുറേ സ്പേസ് ഉണ്ട് ഇതിനുള്ളിൽ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയിട്ട് ഇനി ഒരു ഏരിയ അങ്ങനെ കിടക്കാണ്. എന്ത് രസമല്ല, ഇരുട്ടായി തുടങ്ങി, അതാണ് പ്രകാശം ഇല്ലാത്തത്. ഇവിടെയും സെറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ TV വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് ഇരുന്ന് ഇങ്ങനെ കാണാൻ മുകളിൽ വന്നിരുന്ന്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഓപ്പൺ ടെറസ് തന്നെയാണ്. ഇവിടെ അടിയിൽ നമ്മുടെ പച്ച ചവിട്ടിയൊക്കെ ഇട്ട് നല്ല, ഇത് പുല്ലല്ല, നമ്മുടെ മറ്റേ സംഭവം ചവിട്ടി ഉണ്ടല്ലോ, അത് വെച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇവിടെ 2 ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വിനോദം പറഞ്ഞത് ഈ ചെടി ഒന്ന് വലുതായി കഴിയുമ്പോൾ നല്ല ലുക്കായിരിക്കുന്ന പറഞ്ഞത്. സ്റ്റെയർ കയറിയെന്നപ്പോൾ വയ്യാണ്ടായി. പിന്നെ പറയാനുള്ളത് ഇതാണ്, നമുക്കൊരു ഈ ഓപ്പൺ ടെറസിലൊക്കെ ഇരുന്ന് രാത്രി വല്ല ക്യാൻഡിൽ ഡിന്നറോ അങ്ങനെയൊക്കെ ഇവിടെയൊക്കെ കഴിക്കാനൊക്കെ നല്ല രസമായിരിക്കും. ഒരു കുഞ്ഞൊരു ഏരിയ അടിപൊളിയാണ്. ഫുൾ ഓപ്പണാണ് കണ്ടോ, ആകാശം. ഇവിടുത്തെ ടെറസിൻ്റെ ഒരു സൈഡ് ഇവിടെ നോക്കിയാൽ കാണാം. അവിടെ കാണുന്നതാണ് ബാൽക്കണി. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ, ഇവിടെയൊക്കെ വീടിനൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. ഡോറടച്ചു. ഇത് നമ്മുടെ ബാൽക്കണിയിലേക്കുള്ള വഴി. ഇവിടെയൊക്കെ ജനലും കർട്ടണൊക്കെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാവും, ഞാൻ പറഞ്ഞില്ല. ഇതാണ് നമ്മുടെ മുകളിലത്തെ സിറ്റ് ഔട്ട് ബാൽക്കണി. അപ്പോൾ ഇവിടെയും നമ്മുടെ വീട്ടിലുള്ള പോലത്തെ ചെടി, ആ ചെടി വലുതാവുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതാണ് തോന്നുന്നത്. ഇവിടെ നോക്കിയാൽ നമ്മൾ നേരത്തെ പോയത് ആ പച്ചപ്പുള്ള സ്ഥലം അതാണ് കേട്ടോ. ഇവിടെ നോക്കിയാൽ അടിയിൽ ഗേറ്റ് തുറന്ന് കിടക്കുന്നതൊക്കെ കാണാം. അടിയിൽ ഇവിടെ നോക്കുമ്പോഴാണ് ശരിക്കും വീടിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു ലുക്ക് ശരിക്കും കാണാൻ പറ്റുന്നത്. ഇതാണ് നമ്മുടെ മുകളിലത്തെ ബാൽക്കണി. ഇത് ഇത്രേ ഉള്ളൂ, ചെറിയൊരു ഏരിയ ആണ്. 2-3 കസേരയൊക്കെ ഇട്ടിങ്ങനെ ഇരുന്ന് വഴിയിലേക്ക് നോക്കിയിരിക്കാം, വഴി കൂടെ പോകണവരെ. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ നേരെ ഉള്ളിലേക്ക് പോകണം. ഉള്ളിലേക്ക് പോകുമ്പോൾ
ഈ സൈഡിലായിട്ട് ഒരു ബെഡ്റൂം ഉണ്ട്. ഇവിടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. എൻ്റെ സ്വിച്ചൊക്കെ എവിടെയാണോ അറിയില്ല. എൻ്റെ സ്വിച്ച് എവിടെയെന്ന് അറിയില്ല. എന്തായാലും ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കണം. എല്ലാ ബെഡ്റൂമും ഏകദേശം സെയിം സൈസ് തന്നെയാണ്. 150 സ്ക്വയർ ഫീറ്റാണ് ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ഇത് പുറത്തേക്കുള്ള വഴി. ഇവിടെ നിൽക്കി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓപ്പൺ ടെറസാണ്. നമുക്ക് അഴയൊക്കെ കെട്ടി തുണിയൊക്കെ ഉണക്കാനിടാനോ അങ്ങനെ എല്ലാത്തിനും ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്. അങ്ങോട്ട് ആ ഏരിയയിലേക്കൊക്കെ സ്പേസാണ്. ഇവിടെയൊക്കെ സ്പേസ് ഉണ്ട്. പിന്നെ ഈ മുകളിലേക്ക് കയറുന്ന വഴി എവിടെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് നോക്കിയത് അവിടെ ഒരു കുളം. ഇത്രയൊക്കെയാണ് വീടിൻ്റെ മെയിനായിട്ടുള്ള വിശേഷങ്ങൾ. ഇനി എന്തെങ്കിലും കാണിക്കാണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞ് ഇനി രാത്രിയിലത്തെ ഒരു സീനും കൂടി എടുത്തിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട്. വീടിൻ്റെ വിലയൊക്കെ ഏകദേശം 60 ലക്ഷത്തിൻ്റെ അടുത്താണ് ഈ വീട് ഉണ്ടാക്കാനായിട്ട് ഒരു ചിലവ് വന്നേക്കണമെന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്കിപ്പോൾ എങ്ങനെയാണ് ഈ വീടിൻ്റെ മറ്റുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇക്കോണമീഡിയയിൽ എൻ്റെ ഡീറ്റെയിൽ നല്ല അടിപൊളി വീഡിയോ ഇടുന്നുണ്ട്. നമ്മൾ സ്റ്റെയർ കേസിൽ നിന്ന് ഇവിടുന്ന് ഇറങ്ങാൻ പോകുന്നിടത്ത് ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ. അത് നമ്മൾ ഇറങ്ങി സ്ഥലത്തേക്ക് പോകണം. വിനോദൻ്റെ വണ്ടി നമുക്ക് നേരത്തെ ശരിക്കും കാണാൻ പറ്റിയില്ല. ഇതാണ് കേട്ടോ നമ്മുടെ ടാറ്റ ഹാരിയർ, വൈറ്റ് കളർ. നോക്കിയാൽ കിടക്കണമൊക്കെ എന്ത് രസമാണെന്ന് നോക്കിയാൽ. കാശുണ്ടാവട്ടെ, നമ്മളും മേടിക്കും ഇതേപോലത്തെ ഒരു വണ്ടി. വഴിയും കൂടിയും റെഡി ആവണം. വഴിയും കൂടി റെഡിയായി ഇങ്ങനത്തെ ഒരു വണ്ടി നമ്മളും കൊടുക്കും. ഇതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഇഷ്ടംപോലെ സ്ഥലമൊക്കെയാണ്. അപ്പുറത്തും ഇടും ഇരിക്കും, ഇപ്പുറത്തും ഞാനിരിക്കും. അവിടെ ഗ്രേസ് ഇരിക്കും, ഇവിടെ അമ്മ ഇരിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ പ്ലാനിങ്. നമുക്ക് നോക്കാം എന്തെങ്കിലും സാധിക്കുമോ. അങ്ങനെ അവിടുത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. വീട്ടിലെത്തിപ്പോഴേക്ക് ഇവിടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരിപ്പുണ്ട്. ഗ്രേസ് അവിടെ ഓടി നടക്കുന്നുണ്ട്. അമ്മയോ അമ്മ ഓടി ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇത്ര പേര് നേരം വൈകാതെ ഇച്ചിരി നേരത്തെ അങ്ങോട്ട് പോയി. നേരത്തെ ഇതും കഴിച്ചു പോരാഞ്ഞില്ലേ? ഈ രാത്രി ആവുകൊണ്ട് ലൈറ്റ് ഇടാൻ പറ്റുമോ? ലൈറ്റ് അവിടെ ഇട്ടോട്ടെ, അതിന് നിനക്കെന്താ? ബെസ്റ്റ്. ഇതാണ് വീട്ടിൽ വന്നാലുള്ള കുഴപ്പം. നമ്മൾ രാത്രിയിലത്തെ ആ ഒരു വ്യൂ എടുക്കാനാണ് ഇത്ര വെയിറ്റ് ചെയ്തത്. നമ്മൾ ഇവിടുന്ന് പോയത് തന്നെ നേരം വൈകിയാണ്. 2:30 കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അതൊന്നും ഇവരോടൊന്നും പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ചിരിക്കണ്ട, നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാമല്ലോ.